ബ്രേക്ക്ഫാസ്റ്റിന് ചക്കയും ചിക്കനും ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞത് എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. എൻ്റെ ജീവിത പങ്കാളിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സാധനങ്ങളാണ് ചക്കയും കപ്പയും. എന്നാൽ എനിക്കോ എൻ്റെ ഏറ്റവും ഫേവററ്റ് സാധനങ്ങളും. രാവിലെ തന്നെ ചക്കയും ചിക്കനും നന്നായി കഴിച്ചു. സ്പൂൺ എടുക്കാൻ പോകാനുള്ള മടി കൊണ്ടാണ് ആ ആക്രമണം അവിടെ കണ്ടത്. ഇത് കുറച്ച് നാൾ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. അന്ന് ഞാനൊരു ചെറിയൊരു പഠനത്തിലായിരുന്നു. ആ സമയത്ത് വായന കഴിഞ്ഞ കുറച്ച് വെള്ളം അതൊരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ വെള്ളം കൂടി അത്രയ്ക്കില്ല കേട്ടോ. പഠനത്തോടൊപ്പം നല്ല വിശപ്പ് അതൊരു സർവ്വസാധാരണമായ സംഭവമാണല്ലോ. പഠനം എന്നും പറഞ്ഞ് ഇത്രയ്ക്ക് ഷോയോ എന്നൊന്നും ഇല്ല കേട്ടോ. ഫീഡിങ് ടൈം ആയതുകൊണ്ട് തന്നെ പാല് കിട്ടുമ്പോഴൊക്കെ കുടിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഉച്ചയായപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. ചോറ്, വാഴച്ചുണ്ട്, ചെറുപയർ തോരൻ, ചിക്കൻ കറി, അച്ചാർ എന്നിവയൊക്കെ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് ഫുഡ് കഴിച്ചു. ചോറുണ്ട് കഴിഞ്ഞ് എന്തെങ്കിലും മധുരം അത് നിർബന്ധം. എന്താണെന്നറിയില്ല, ചോറുണ്ട് കഴിഞ്ഞ് എന്തെങ്കിലും മധുരം കഴിക്കാൻ പണ്ടേ ഒരു കൊതിയാണ്. ഫ്രിഡ്ജിൽ പോയി നോക്കിയപ്പോൾ ഒരു ഐസ്ക്രീം കണ്ടു, എടുത്തു, കുറച്ച് കഴിച്ചു. ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്ന് നല്ല അലമ്പാണ്. വേഗം ഒന്ന് എടുത്തിട്ട് ഓടാൻ വേണ്ടിയിട്ടാണ് ആ വേഗത്തിൽ ധൃതിയിൽ ഐസ്ക്രീം കഴിക്കുന്നത്. കുട്ടിയാവുന്നതിന് മുന്നേ ഞാൻ ഐസ്ക്രീം കഴിച്ചത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ആസ്വദിച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കാനൊന്നും പറ്റിയില്ല. ചക്ക സീസൺ ആയെങ്കിൽ ചക്കയുടെ 2 ഐറ്റമെങ്കിലും കുറഞ്ഞതൊരു ദിവസം വീട്ടിലുണ്ടായിരിക്കുക അമ്മയ്ക്ക് എന്തോ ടാർജറ്റ് പോലെയായിരുന്നു. അമ്മേനെ ഇങ്ങനെ കിടന്ന് ട്രോളിയാലും ചക്കപ്പുഴുക്കും ചക്കപ്പഴവും കാണുമ്പോൾ ഞങ്ങൾ ഇതൊക്കെ അങ്ങ് മറക്കും കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ കട്ടൻ കാപ്പിയും ചക്കപ്പഴം. ഇതെനിക്ക് അത്ര ഇഷ്ടമുള്ള കോമ്പിനേഷനൊന്നുമല്ല, പക്ഷേ ഇഷ്ടമില്ലെങ്കിലും കഴിക്കുക അത് വീട്ടിലെല്ലാവരുടെ ഒരു രീതിയാണ്. രാത്രിക്ക് ഗോതമ്പ് ദോശയും ചിക്കൻ കറിയും കൂട്ടി അന്നത്തെ ദിവസം അങ്ങനെ ക്ലോസ് ചെയ്തു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക്